ജൂൺ 10, 2022 ഓസ്ട്രേലിയയിലെ ഒരു റേഡിയോ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഒരുപാട് FRB അതായത് ഫാസ്റ്റ് റേഡിയോ ബേസ്റ്റ് വേവ്സ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഡിറ്റക്ട് ചെയ്ത ഒരു സിഗ്നലിന്റെ പവർ എന്തോരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൂര്യൻ 30 വർഷം കൊണ്ട് എമിറ്റ് ചെയ്യുന്ന എനർജി ഒരൊറ്റ മില്ലി സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിലുള്ള ബേസ്റ്റ് ഓഫ് എനർജിയാണ് അവർ എന്നെ ഡിറ്റക്ട് ചെയ്തത്. ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള എനർജി ഒരൊറ്റ മില്ലി സെക്കൻഡ് മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ വെച്ച് ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഡിറ്റക്ട് ചെയ്തപ്പോൾ അവരൊന്നും നോക്കിയില്ല, അവരുടെ കൈവശമുള്ള ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഇത് വന്ന ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്തു. ഈ സിഗ്നൽ വന്നത് സെജിറ്റേറിയസ് കോൺസ്റ്റലേഷന്റെ ഡയറക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ വലിയ റേഡിയോ ടെലിസ്കോപ്പ് അങ്ങോട്ട് പോയിന്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 8 ബില്യണോളം ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സിയുടെ ക്ലസ്റ്ററിൽ നിന്നാണ് ഈ ഒരു സിഗ്നൽ അവർക്ക് കിട്ടിയത്. ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗാലക്സികൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ക്ലൗഡ് പോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ക്ലസ്റ്ററിന്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്, അതായത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോർമേഷനാണ് ശരിക്കും നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കൈവശമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്പുകളിൽ ഒന്നായിട്ടുള്ള ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ സ്റ്റഡി ചെയ്തു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, അതായത് 2 ഗാലക്സികൾ തമ്മിൽ മെർജ് ചെയ്ത്, അതായത് ഒന്നാവുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ വെച്ച് റിലീസ് ചെയ്ത ഒരുപാട് എനർജിയാണ് ശരിക്കും. ഈ 2 ഗാലക്സികൾ തമ്മിൽ മെർജ് ചെയ്തപ്പോൾ അവിടെ എന്തോ ഒരു ഇവന്റ് സംഭവിച്ചു. ആ ഇവന്റ് സംഭവിച്ചപ്പോൾ ഒരു ബേസ്റ്റ് ഓഫ് എനർജി, ഭയങ്കര ഒരു എനർജി യൂണിവേഴ്സ് മൊത്തം ഇങ്ങനെ സ്കാറ്റർ ചെയ്തു. അതിലൊരു പാർട്ട് എനർജി നമ്മുടെ ഭൂമിയുടെ ഡയറക്ഷനിലൂടെയാണ് പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. 8 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സി ക്ലസ്റ്ററിൽ നിന്നാണ് ഈ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എത്ര വർഷം മുന്നേ ആയിരിക്കും ഈ ഒരു സിഗ്നൽ എമിറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതായത് 2 ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ശരിക്കും ഈ ഒരു എനർജിയൊക്കെ. അതും ഈ ഒരു ഗാലക്സി ക്ലസ്റ്റർ ഏകദേശം 8 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറമാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സി ക്ലസ്റ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത ഒരു സിഗ്നൽ നമ്മുടെ ഭൂമിയിലേക്ക് കിട്ടിയത് 8 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എന്താണ്? ഈ ഒരു സംഭവം 8 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറമാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ സയന്റിഫിക് സ്റ്റഡീസ് അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിന്റെ പ്രായം, നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രായം ഏകദേശം 13.5 ബില്യൺ ഇയേഴ്സ് ആണ്. അതായത് 13.5 ബില്യൺ മൈനസ് 8 ബില്യൺ എന്ന് പറഞ്ഞിട്ടുമ്പോൾ ഏകദേശം 5.5 ബില്യൺ വർഷങ്ങൾ മാത്രം പഴക്കം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു എനർജീനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തത്. അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഏർലി സ്റ്റേജസിലുള്ള ഒരു റേഡിയോ എനർജി, ഒരു എനർജിയാണ് നമുക്ക് ഇപ്പോൾ 2022 ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. ഇത്തരത്തിലുള്ള ഡിറ്റക്ഷൻ ആദ്യത്തെ സംഭവം ഒന്നല്ല, പക്ഷെ നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയേക്കുന്നത് 5 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സിയുടെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതാണ് ഏറ്റവും ഫേർദസ്റ്റ് ആയിട്ടുള്ളത്. 8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വെറും 1 മില്ലി സെക്കൻഡ് മാത്രം ലാസ്റ്റ് ചെയ്ത ഈ ഒരു റേഡിയോ വേവിന്റെ ഇമ്പോർട്ടൻസ് എന്നവരുണ്ടെന്ന് അറിയോ? അതായത് നമ്മുടെ ഏർലി യൂണിവേഴ്സിന്റെ സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. അതായത് മാറ്റർ എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നത്, മാറ്ററിന്റെ ഒരു മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് പഠിക്കാൻ പറ്റും. അത് ഇത്രയും പഴക്കമുള്ള ഒരു സിഗ്നൽസ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയാണ്. അത് 2022 നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് സ്റ്റഡീസ് ഒക്കെ നടത്താൻ കഴിയും. അപ്പൊ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, എന്താണ് FRB എന്ന് പറയുന്നത്? ഈ ഗാമ റേ ബേഴ്സ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും FRB? വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ FRBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാസ്റ്റ് റേഡിയോ ബേഴ്സ്റ്റ് എന്നാണ്. അതായത് എക്സ്ട്രീംലി ഷോർട്ട് ലിവ്ഡും എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണിത്. പേര് പോലെ തന്നെ ഇതൊരു റേഡിയോ വേവ്സ് ആണ്. ഇത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡീപ് സ്പേസിൽ നിന്നാണ്. ഇത് വെറും മില്ലി സെക്കൻഡ്സ് മാത്രമേ ലാസ്റ്റ് ചെയ്യെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യൻ 30 വർഷം കൊണ്ട് എമിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഒരൊറ്റ മില്ലി സെക്കൻഡ് കൊണ്ട് ഈ ഒരു സംഭവം എമിറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മുടെ ഈ റേഡിയോ ടെലിസ്കോപ്പ് ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് മാത്രമാണ് ചെയ്തത്. ഇതിനെ അബ്സോർബ് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്തായാലും ആ എക്യുപ്മെന്റ്സ് മുഴുവനും ഒറ്റയടിക്ക് ഡാമേജ് ആയി പോയി. നിങ്ങളൊന്ന് ആലോചിക്കുക, 30 വർഷം കൊണ്ട് നമ്മുടെ സൂര്യൻ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ സംഭവം എമിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മുടെ ഈ ഒരു എക്യുപ്മെന്റ്സ് അബ്സോർബ് ചെയ്യുകയാണെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിപ്പോ 8 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറം കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ സിഗ്നൽസ് അത്യാവശ്യം വീക്കും കൂടിയാണ്. അപ്പോൾ അധികം ഡാമേജ് ഒന്നും വരില്ലായിരിക്കും. FRB എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഒരു മാഗ്നറ്റാറിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 2 ഗാലക്സികൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ന്യൂട്രോൺ സ്റ്റാർസ് ഒക്കെ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കാം. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുവരെയായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. FRBയുടെ ഏറ്റവും വലിയ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിനെ മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സിൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റർ ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ഉണ്ട്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന മാറ്ററിനെയാണ് നമുക്ക് വിസിബിൾ മാറ്റർ എന്ന് പറയാൻ പറ്റുന്നത്. ഈ വിസിബിൾ മാറ്ററിന്റെ വേറൊരു പേരാണ് ബാരിയോണിക് മാറ്റർ. അതായത് ഇപ്പൊ സ്റ്റാറുകൾക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്റ്റാറുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്റ്റാറുകളുടെ ചുറ്റും പ്ലാനറ്റ്സ്, സെലസ്റ്റിയൽ ഒബ്ജക്റ്റും ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റാറുകളുടെ ലൈറ്റ് ഈ സംഭവത്തെ
റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ കുറെ സംഭവങ്ങൾ നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. അതായത് ഇപ്പോൾ റോക്ക് പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. ഇതിന് ഒരു ഹോസ്റ്റ് സ്റ്റാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിന്റെ എക്സാക്ട് ഡെൻസിറ്റി എന്തോരം നമുക്ക് കറക്റ്റ് ആയിട്ട് വിസിബിളി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള മനുഷ്യരുടെ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ സീലിംഗും കുറച്ച് ടൈറ്റ് ആണ്. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, നമ്മുടെ ഒരു ടെക്നോളജിക്കൽ ലിമിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ദൂരെ നിന്ന് വരുന്ന ഈ പറയുന്ന റേഡിയോ സിഗ്നൽസ് നമുക്ക് കിട്ടുകയാണ്, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിറ്റക്ട് ചെയ്ത റേഡിയോ സിഗ്നൽ ഇല്ലേ, അത് ഏകദേശം 8 ബില്യൺ ലൈറ്റ് ഇയർക്ക് അപ്പുറത്ത് നിന്നല്ല ഇങ്ങനെ വരുന്നത്. അതായത് 8 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമി വരെ എത്തിയത്. അപ്പോൾ ഈ 8 ബില്യൺ ലൈറ്റ് ഇയർ ദൂരത്ത് എന്തോ ഒരു സംഭവം ഉണ്ടാവും, എന്തോ ഒരു മാറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടി, ഇതിന്റെ അകത്തൂടേക്ക് ആയിരിക്കും ഈ ഒരു സിഗ്നൽ പാസ് ചെയ്ത് നമ്മുടെ ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് വന്ന FRB ആണ് നമ്മുടെ ഭൂമിയിലേക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു ഡെൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ എന്തൊരു മാറ്റർ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1980 ഒരുപാട് സയന്റിസ്റ്റുമാർ നമ്മുടെ യൂണിവേഴ്സിലുള്ള ബാരിയോണിക് മാറ്ററിന്റെ അളവ്, എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. അപ്പൊ അവർ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ അവർക്ക് വെറും 20% മാത്രമേ കാണാൻ പറ്റൂ, ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 80% മിസ്സിംഗ് ആണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ 80% ഈ പറഞ്ഞ സ്റ്റാർസ് ആയിക്കോട്ടെ, ഗാലക്സികളായിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ മിസ്സിംഗ് ബാരിയോണിക് മാറ്റർ എന്ന് കൂടി പറയും. അപ്പൊ ഒരുപാട് ദൂരത്ത് എടുക്കുന്ന ഇത്തരത്തിലുള്ള സിഗ്നൽസ് ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണെങ്കിലും അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിന്റെ ഡെൻസിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടും. വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 20% ബാരിയോണിക് മാറ്റർ എന്നില്ലേ, അതൊരു തിയറിറ്റിക്കൽ നമ്പർ മാത്രമായിരുന്നു. അതായത് 20% മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള ഒരു സംഭവം ശരിക്കും ഒരു തിയറി മാത്രമായിരുന്നു. എന്നാൽ ആ തിയറി കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് 2022 കിട്ടിയ ആ ഒരു FRB കൊണ്ട് നമുക്ക് സാധിച്ചു. നമ്മുടെ യൂണിവേഴ്സിലത്തെ 80% ബാരിയോണിക് മാറ്റർ മിസ്സിംഗ് ആണ്. അതായത് ഇത്തരത്തിലുള്ള സ്റ്റാർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു റിയാലിറ്റി 2022 കിട്ടിയ FRB അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. ബ്ലാക്ക് ഹോൾസും പണ്ട് ഒരു ഇക്വേഷനിലൂടെ ഉണ്ടായ ഒരു തിയറി മാത്രമാണ്, അത് ഇപ്പോൾ റിയാലിറ്റി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മിസ്സിംഗ് ബാരിയോണിക് മാറ്ററും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ബാരിയോണിക് മാറ്റർ ആണ് നമ്മുടെ യൂണിവേഴ്സ് മൊത്തം ഉള്ളത്. പക്ഷേ വേറൊരു ഞെട്ടിപ്പിക്കുന്ന ഫാക്ട് എന്താ പറയുക, ഈ ബാരിയോണിക് മാറ്റർ ഇല്ലേ, അത് നമ്മുടെ യൂണിവേഴ്സിന്റെ വെറും 5% മാത്രമേ ഉള്ളൂ. അതായത് ഈ ഗാലക്സികളായിക്കോട്ടെ, ബ്ലാക്ക് ഹോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും 5% മാത്രമേ ഉള്ളൂ. ബാക്കി 95% ഈ പറയുന്ന ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി, അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ആണ്. അത് ഇതുവരെയായിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് എന്താന്ന് പോലും നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണക്കാരൻ ഈ പറയുന്ന ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി മാത്രമാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും, ഹബിൾ ടെലിസ്കോപ്പ് 1990-കളിൽ വിട്ടൊരു ടെലിസ്കോപ്പാണ്. അപ്പൊ അത്രയും പഴയ ഒരു ടെലിസ്കോപ്പാണ്. JWST എന്ന് പറയുമ്പോൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ടെലിസ്കോപ്പാണ്. എന്തുകൊണ്ടാണ് ഹബിൾ ഉപയോഗിച്ചിട്ട് JWST ഉപയോഗിക്കാത്തതെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ പറയുന്നില്ല, അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാരിയോണിക് മാറ്ററിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ FRBനെ പറ്റിയിട്ടൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ വളരെ എളുപ്പമായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.